ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർഗൻഡി മെറ്റീരിയലാണ് കണ്ടത്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാകുന്നതായിരിക്കും, മെയിൽ കാർഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് സിൽക്കി കോട്ട മെറ്റീരിയലാണ്. സിൽക്കി കോട്ട മെറ്റീരിയലിൽ നമുക്ക് എല്ലാം തന്നെ ഓർഡിനറി ബഡ്ജറ്റിൽ വരുന്ന സാരീസാണ്. ഡെയിലി വെയറിന് പറ്റിയ രീതിയിലുള്ള എംബ്രോയ്ഡറിയും ചെയ്തിരിക്കുന്ന സാരീസാണ്. തോടിന് മാത്രമേ ഇത്തിരി ഹെവി വർക്ക് എന്ന് വെച്ചാൽ ട്യൂബ്സ് ഒക്കെ വെച്ചിട്ട് ഇച്ചിരി ഗ്ലിറ്ററി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു നൈറ്റ് പാർട്ടി വെയറിനൊക്കെ ഉടുക്കാൻ പറ്റിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാ സാരീസും ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കുക. അതിൻ്റെ പ്രൈസും വർക്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ടാകും. ഇതിൽ സാരി ഫോൾസോ സാരിയുടെ അടികോ അടിച്ചിട്ടില്ല. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലല്ലോ എന്നോർത്തിട്ടാണ്. അപ്പോൾ സാരി ഫോൾസും അതുപോലെ തന്നെ അരികും അടിച്ചിട്ടില്ല. അല്ലാണ്ട് പ്ലെയിൻ സാരിയിൽ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന സാരീസാണ്. ഇതൊന്നും വിത്ത് ബ്ലൗസ് പീസും അല്ല. അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ബ്ലൗസസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ബ്ലൗസ് പീസസ് ഇല്ല. സാരീസ് വിത്ത് എംബ്രോയ്ഡറി ആണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഈ സാരിയുടെ കളർ വന്നിട്ട് ഒരു ഓഷ്യൻ ഗ്രീൻ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പിങ്കിൻ്റെ 2 ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ പെറ്റിൽ ഡാർക്ക് ഷെയ്ഡും മേളിൽ തയ്ച്ചിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡും. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. നടുക്ക് മെറൂൺ ഫ്രഞ്ച് നോട്ടും ലീവ്സ് ഡാർക്ക് ഗ്രീനും സ്റ്റെംസ് ലൈറ്റ് ഗ്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈനാണ്. ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഡിസൈനാണ്. ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിൽ ഒരെണ്ണം വരുന്നുണ്ട്. റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് സിംഗിൾ ഫ്ലവറാണ്. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ ഇതുപോലത്തെ 2 ഡിസൈനാണ് തയ്ച്ചിരിക്കുന്നത്. അടുപ്പിച്ച് 2 ഡിസൈൻ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റ് വരുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ഈ കളർ കോമ്പിനേഷൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ലൈറ്റും ഡാർക്കും ഷെയ്ഡ് വന്നതുകൊണ്ട് നടുക്ക് ആ മെറൂണും കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ കളർ കോമ്പിനേഷൻ, ത്രെഡിൻ്റെ കളർ കോമ്പിനേഷൻ ഈ സാരിയിൽ നല്ലതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ ഇതുപോലെ തന്നെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇതുവരെ 4 ഡിസൈനാണ് നമുക്ക് വരുന്നത്. ഇത് കാലിൻ്റെ അവിടെ വരുന്ന ഡിസൈനാണ് ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിൽ വരുന്നത്. മൊത്തത്തിൽ 4 ഡിസൈനാണ് ഉള്ളത്. വലുത് ഒരെണ്ണം റണ്ണിങ് പൊസിഷനിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞിത്. ഇതിൻ്റെ അകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ബ്ലൗസ് പീസ് ആ ഡാർക്ക് ഷെയ്ഡ് പിങ്ക് ഇട്ടാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് പിങ്ക് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1599 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത സാരി ആ സെയിം കളർ സാരി തന്നെയാണ്. ലൈറ്റ് ഓഷ്യൻ ഗ്രീൻ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് വേറൊരു കളർ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മറ്റേതിനകത്ത് പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ലാവൻഡറിൻ്റെ ഡബിൾ ഷെയ്ഡാണ്. ലാവൻഡറും വൈറ്റും തീരെ ലൈറ്റ് കളർ ലാവൻഡറും ഒക്കെ ആയിട്ടാണ്. ഇത് ബേബി ലാവൻഡർ, ലാവൻഡർ വൈറ്റ്, ഇങ്ങനെ 3 ഷെയ്ഡ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് സ്പൈഡർ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിലും ഡാർക്ക് ഗ്രീൻ അല്ല കൊടുത്തിരിക്കുന്നത്, ലൈറ്റ് ഒലീവ് ഗ്രീൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ട് മുന്താണിയിൽ. റണ്ണിങ് പോർഷനിൽ അതിൻ്റെ കുഞ്ഞു വേർഷനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് റണ്ണിങ് പോർഷനിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെയാണ് റണ്ണിങ് പൊസിഷനിൽ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ ഒരു വലുത്, ഒരു കുഞ്ഞത്, പിന്നെ ഒരു വലുത്, അങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിൽ 3 ഡിസൈനാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിന് ഈ ലാവൻഡർ ഷെയ്ഡ് അല്ലെങ്കിൽ ആണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെ ബ്ലൗസ് പീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെയിം കളർ ബ്ലൗസ് പീസാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ 3 ഡിസൈനാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഒരു ഡിസൈനുമാണ് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ലാവൻഡർ ഷെയ്ഡിൻ്റെ മൾട്ടി ഷെയ്ഡാണ്. നമ്മൾ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് എല്ലാം വെറൈറ്റി കളർ
ത്രെഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലാവൻഡർ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് ലേസി ഡേസി സ്റ്റിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. നടുക്ക് ഒരു ലൈറ്റ് യെല്ലോ കളർ ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞ് പാറ്റേൺ ആണ്. അതിൻ്റെ അകത്ത് ഒരു 5 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പാറ്റേൺ ആണ്. അതിൻ്റെ അകത്ത് മുന്താണിയിലൊരു ഡിസൈൻ, പിന്നെ റണ്ണിങ് പോർഷനിലൊരു ഡിസൈൻ ഉണ്ട് ഇതുപോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 4 ഡിസൈനാണ് അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്നത്. 4 എണ്ണം തയ്ച്ചിട്ടുണ്ട് അടുപ്പിച്ച്. അപ്പോൾ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഡിസൈനിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ അവിടെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. കാലിൻ്റെ അവിടെയും ഇതുപോലത്തെ ഒരു ഡിസൈൻ. അപ്പം മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 4 എണ്ണം ഫ്രണ്ടിൽ, ഒരെണ്ണം കാലിൽ, മുന്താണിയിൽ ഒരെണ്ണം, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, 7 ഇതുപോലത്തെ ഡിസൈനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സാക്ട് സെയിം കളർ ബ്ലൗസ് പീസ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ലാവൻഡറോ പിങ്കോ ഇട്ടാലും, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് അതിട്ടാലും കുഴപ്പമില്ല. ഇതിൻ്റെ റേറ്റ് 1350 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ലൈറ്റ് ആഷ് കളർ സിൽക്കി കോട്ടൺ സാരിയിൽ പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്. ഇതുപോലത്തെ ഒരു ഡിസൈൻ മുന്താണിയിലുണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ. പിന്നെ ഫ്രണ്ടിൽ 3 എണ്ണം അടുപ്പിച്ചുണ്ട്. ഇതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. കുറച്ച് ലെങ്ത്തുള്ള ഡിസൈനാണ്. ഒരു 7 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അത്രയും 3 എണ്ണം ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസൈൻ കാലിൻ്റെ അവിടെയും വരുന്നുണ്ട്. ഇതിനും ഈ ഒരു റെഡ് കളറോ അല്ലെങ്കിൽ ഈ പിങ്ക് ഷെയ്ഡോ ബ്ലൗസ് പീസ് ഇട്ടാൽ നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ ഒരെണ്ണം കാലിൻ്റെ അവിടെ ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 1200 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതാണ് നമ്മുടെ അടുത്ത സാരി. ഇത് ഒത്തിരി പാർട്ടി വെയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വർക്കുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ റിബൺ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബീഡ്സ് വെച്ചിട്ടുണ്ട്. അത് സിൽവർ കളർ ബീഡ്സാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ട്യൂബ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഗ്ലിറ്ററി ആയിട്ട്, ഷൈനിങ് ആയിട്ട് നൈറ്റ് പാർട്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷൈനിങ്, ഒരു ഗ്ലിറ്ററി എഫക്റ്റ് വരുന്ന രീതിയിലാണ്. സെൽഫ് കളറാണ്. ഇതിനേക്കാളും ഒരു ഒത്തിരി ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാം സാരീനേക്കാളും. അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടാൽ ശരിക്കും നമുക്ക് നല്ലൊരു എലഗൻ ലുക്ക് കിട്ടും നമുക്ക്. അപ്പം ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയിലുണ്ട്. റണ്ണിങ് പോർഷനിലും ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ അവിടെ വരുമ്പം ഇതുപോലെ ഡിസൈൻ ഷോൾഡറിനും കൊടുത്തിട്ടുണ്ട്. 3 എണ്ണം അടുപ്പിച്ച് ഷോൾഡറിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത്, അത് കഴിഞ്ഞിട്ട് അടുത്തത്, അങ്ങനെ അടുപ്പിച്ച് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാലിൻ്റെ അവിടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല കാണുമ്പോൾ ഇതാണ് അതിൻ്റെ എക്സാക്റ്റ് കളറ്. റിബണിൻ്റെ കളറും ത്രെഡിൻ്റെ കളറൊക്കെ എക്സാക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലത്തെ 4 വലിയ ഡിസൈനും ഒരു മീഡിയം സൈസ് ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2250 ആണ് ഇതിൻ്റെ റേറ്റ്. റിബൺ വർക്ക് നല്ലൊരു പാർട്ടി വെയർ ഓറിയൻറ്റഡ് ആയതുകൊണ്ട്, ഇത്രയും ഹെവി വർക്ക് ആയതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് ഇത്രയും കൂടിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള കട്ട് ബീഡ്സ് ആണ്. കട്ട് ബീഡ്സും അതുപോലെ തന്നെ അതിൻ്റെ സിൽവർ കളർ ബീഡ്സുമാണ്. റിബണും കൂടെ വന്നപ്പം നല്ലൊരു ഷൈനിങ്, ഒരു നല്ല ഗ്രാൻഡ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്.